കിസാൻ വാണി, കിസാൻ വാണി, കിസാൻ വാണി. കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. 4 പതിറ്റാണ്ടിലേറെയായി കൃഷി ജീവിതമാക്കി മാറ്റിയ കീഴാറ്റൂർ വെള്ളച്ചിച്ചാലിലെ ശ്രീമതി TP ഭാർഗവി എന്ന കർഷക വനിതയാണ് ഇന്ന് കിസാൻ വാണിയിൽ നമുക്കൊപ്പം. കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഭർത്താവിനൊപ്പം ചേർന്ന് പച്ചക്കറി കൃഷിയും നെൽകൃഷിയും എല്ലാം ചെയ്യുന്ന ശ്രീമതി ഭാർഗവിക്ക് കൃഷി ഒരു ഉപജീവന മാർഗം മാത്രമല്ല, അത്രയേറെ ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി കൂടിയാണ്. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഹരിതയാത്ര കീഴാറ്റൂരിലെ മറ്റൊരു പ്രദേശമായ വെള്ളച്ചിച്ചാലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ TP ഭാർഗവി എന്ന് പറയുന്ന ഒരു മുഴുനീള കർഷകയുടെ അടുത്താണ്. അപ്പോൾ അവരുടെ കാർഷിക വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാനായിട്ട് പോകുന്നത്. നമസ്കാരം ഭാർഗവി ചേച്ചി. നമസ്കാരം. 1983 ഞാൻ കീഴാറ്റൂര് വന്നത്. കടന്നപ്പള്ളി എന്ന വീടിൻ്റെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവന്നത്. അന്നേരം ഭർത്താവ് പിന്നെ പച്ചക്കറി പണിയും വളപ്പിലെല്ലാം പണിയെടുക്കുന്നതാണ്. 17 വയസ്സിൽ ഞാൻ കീഴാറ്റൂർ വന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെയും പച്ചക്കറിയും മറ്റെന്തെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മഴക്കാല പച്ചക്കറിയാണ്. വേനൽക്കാല പച്ചക്കറി നടും കുറച്ച് അങ്ങനെ. ഒരു 42 വർഷമായിട്ടുണ്ടാവും അല്ലേ? 42 കൊല്ലായി ഞാൻ വന്നിട്ട്. ആ സമയത്ത് ഇവിടെ കൃഷി കുടുംബത്തിലേക്ക് വന്നു. അപ്പോൾ അന്ന് മുതൽ കൃഷിയുണ്ട്, അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടല്ലേ? അപ്പോൾ ഇവിടുന്ന് വന്നേ കടന്നപ്പള്ളിയിൽ എങ്ങനെയാ കൃഷി ഉണ്ടായിരുന്നോ? കടന്നപ്പള്ളി കൃഷിയുണ്ട്, കുറച്ചെല്ലാം ഇതുപോലില്ല. എന്തായാലും കീഴാറ്റൂരെ പോലില്ല. ഈ കീഴാറ്റൂർ പ്രദേശം എന്ന് പറഞ്ഞാൽ വലിയ പച്ചക്കറി. ഇപ്പം കുറച്ച് കുറഞ്ഞു ആൾക്കാരും കുറവ്. പച്ചക്കറി നടത്തുന്ന ആൾക്കാർക്കുള്ള ഒരു മടുപ്പ് പോലെ തോന്നുന്നതാണ്. പക്ഷെ നമ്മൾക്ക് കൃഷിഭവനിലവർ നല്ല കൂട്ടുണ്ട്. ആ കൂട്ട് കാരണമാണ് നമ്മൾ ഇങ്ങനെ മെച്ചപ്പെട്ടു ഇങ്ങനെ പോകുന്നു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പ്രത്യേകം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ ഈ ഒരു 83 ഇവിടെ വന്നു എന്ന് പറഞ്ഞല്ലോ. കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ ചെറിയ പ്രായമാണ് അല്ലേ? അപ്പോൾ ഒരു മടിയുണ്ടായിരുന്നോ അന്ന് കൃഷിയിലേക്കൊക്കെ ഇറങ്ങാൻ? ഇല്ല, ഭയങ്കര സന്തോഷമാണ്. എന്ത് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ കൃഷിപ്പണിയാണ്, വളപ്പിലെ പണിയും കൃഷിപ്പണിയും എല്ലാന്ന്. അപ്പം ഇതുപോലെ ഒന്നുമില്ല. എന്നാലും നമ്മളെ ആവശ്യത്തിന് കിഴങ്ങ്, കപ്പ, ചേമ്പ് ഇതെല്ലാം അച്ഛൻ നടുന്നത് കണ്ടിട്ട് അച്ഛൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. അതുപോലെ കണ്ടത്തിലെ പച്ചക്കറി നടും നമ്മൾ. അതിനും ഞാൻ കൂടും. ചെറുതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ഇഷ്ടമാണ് കൂടാൻ. അങ്ങനെ ഒരു പരിചയത്തോടു കൂടിയല്ലേ? പരിചയത്തിന്റെ ഒരു ഉൾബലമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഭർത്താവിനൊപ്പം കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോൾ. ഭർത്താവ് നല്ലൊരു കർഷകനാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? പൽപ്പനാവൻ, EP പൽപ്പനാവൻ. ഓറ് നല്ല കൃഷി. അന്ന് തൊട്ട് ഇന്ന് വരും ഒരു വഴക്കോ ഒന്നുമില്ലാത്തൊരു നല്ല എൻ്റെ കൂട്ടിന് ഒരു ഓറെ കൈത്താങ്ങും ഞാൻ എൻ്റെ കൈത്താങ്ങും ഓറുവാന്ന്. അങ്ങനെ വേണമല്ലോ അല്ലേ? ഭയങ്കര സ്നേഹമാണ്. ഒന്നും സംഭവിക്കറേന്ന് എപ്പം ഞാൻ പ്രാർത്ഥിക്കും. അത്രയും നല്ലൊരു ഓറുണ്ടായതുകൊണ്ട് ഞാനും പഠിച്ചു. ഇനി ഒറ്റക്കും ചെയ്യാൻ എനിക്കൊരു മടിയില്ലാതെ ഇങ്ങനെ പോകുന്നു. മക്കള് 2 ചിത്ര മോള്. പിന്നെ മോളെ ഇവിടെ ശ്രീകണ്ഠാപുരം ഐശ്വര്യ കൊണ്ടുപോയത്. ഓന് കളക്ടറേറ്റിൽ ജോലിയാണ് കണ്ണൂർ ഉണ്ടായിനി. ഇപ്പം കാസർഗോഡ്. മോൻ മുനിസിപ്പാലിറ്റി ഇപ്പം പണി കിട്ടി. മോൻ്റെ ഭാര്യയുണ്ട്. ഇപ്പം ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 3 മാസമായി. ഇപ്പം എങ്ങനെയാ പുതുതലമുറ എങ്ങനെയാണ് കൃഷിയോടുള്ള ആഭിമുഖ്യം? ഇപ്പം മക്കളുടെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് കൃഷിയിൽ? നല്ല സപ്പോർട്ടാണ്. മോനെ നല്ല ഇഷ്ടമാണ്. പറിക്കാനെല്ലാം കൂടും. പക്ഷെ അതിനൊന്നും സമയമില്ല. അതുകൊണ്ട് എല്ലാത്തിനും സഹായിക്കും. മോള് പിന്നെ പോയെടുത്ത് വലിയ കുട്ടികളായി അവർ പഠിക്കുന്ന കുട്ടികളെല്ലാം നമ്മൾ വീട്ടിൽ വന്ന് നിൽക്കൂലല്ലോ. ചെറുപ്പത്തിൽ അവരുടെ സഹകരണം ഉണ്ടായിട്ടുണ്ടാവും. സഹകരണം എലിയും മുറിച്ചിട്ട് വരും പറമ്പിലേക്ക് ചോറുന്നാൻ വേണ്ടി നമ്മളെപ്പുറം. നല്ല ഇഷ്ടമാണ് അവർക്ക് പച്ചക്കറിയോടുള്ളത്. നല്ല പറിക്കാനും എടുക്കാനല്ല. ചെറുതാന്നോ വലുതാന്നോ ഒന്നും നോക്കൂല, പറിച്ച് നോക്കും. അങ്ങനെ കൂട്ടരത്ത് അന്നേരം നമ്മൾ ഈ 83 എൻ്റെ കല്യാണം കഴിഞ്ഞ് 84 ഞാൻ പച്ചക്കറിയുടെ അത്രക്കും പച്ചക്കറി. ഇപ്പല്ലേ വണ്ടിയെല്ലാം നമ്മൾ ചുമട് 35 പൈസ കിട്ടുക 1 കിലോ മത്തനെല്ലാം 4-5 പ്രാവശ്യം പോകും. പക്ഷെ അന്ന് എത്ര മതി. വില നോക്കുമ്പം അതൊക്കെ ആയിരുന്നല്ലോ. അന്നത്തെ ജീവിത ചെലവ് കുറവായിരുന്നു.
അങ്ങനെ 4-5 വട്ടമ്പോൾ എനിക്ക് കെട്ടെടുത്തിട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ജോലിയിൽ ഇങ്ങനെ ഒരുപാട് ആളുണ്ടാവുമല്ലോ കെട്ടെടുത്ത് പോവാൻ. എവിടെ കൊണ്ടുപോയത്? തളിപ്പറമ്പില് നമ്മൾ സ്ഥിരമായി ഓരോരോ പീടിയിൽ കൊടുക്കുന്നല്ലേ. അപ്പൊ ഏത് സമയത്ത് അത് രാവിലെ പോവും? രാവിലെ പോവും. പിന്നെ വെയിലാകുമ്പോഴത്തേക്ക് വരും തിരിച്ചിട്ട്. എന്നിട്ട് നല്ല ഉത്സാഹം. ഇപ്പം മുട്ടൊന്നും വേദനെടുത്ത് ചോഴത്ത്. അന്ന് പച്ചക്കറി വിറ്റ് കൈയോടെ പൈസയും കിട്ടോ? അത് നമ്മൾ കൈയോട് മണിക്കൂല. ഒരാഴ്ചയെല്ലാം കൂടുമ്പോൾ ഒന്നിച്ചൊരു തുക കിട്ടുമല്ലോ. കിട്ടുമ്പോൾ കുറച്ച് പൈസ ഉണ്ടാവണം അല്ലേ? ഉണ്ടാവണം. ഇപ്പോഴത്തെ നിയമം എന്നാ പറഞ്ഞാൽ നമ്മൾ കൃഷിഭവനിൽ ഒരു മുനിസിപ്പാലിറ്റിക്കാരും ഇവർ വിളിക്കും. എന്നിട്ട് ടൗൺ സ്ക്വയറിൽ അവർക്ക് കൊണ്ടു കൊടുത്താൽ അവർ അക്കൗണ്ടിലേക്ക് അയച്ചു തരും. മുനിസിപ്പാലിറ്റിക്കാർ കൈയോട് 2-3 സ്ഥലം കൂടുമ്പോൾ തരും. കൃഷിഭവനിൽ അവർ അക്കൗണ്ടിൽ അയച്ചിട്ട് പൈസ തരും. അങ്ങനെയാണ് നമ്മൾ കച്ചവടം. പിന്നെ നമ്മൾ സ്ഥിരമായി കൊടുക്കുന്ന പീടിയിലേക്ക് പിന്നെ ഏടിലോ ഇവർ വരും വണ്ടി എടുത്തിട്ട് പച്ചക്കറിക്ക് അങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ചേച്ചി ഇനി പറയും, മഴക്കാല പച്ചക്കറിയാണ് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മഴക്കാല പച്ചക്കറി കൃഷിക്കുള്ള ഒരുക്കങ്ങൾ? ഏത് സമയത്ത് നിങ്ങൾ തുടങ്ങുന്നു? ഏപ്രിലിൽ തുടങ്ങും. കാടെല്ലാം വയ്ക്കാനും ഇതെല്ലാം. മെയിൽ പിന്നെ മഴയെല്ലാം പെയ്യുന്ന ആ സമയത്ത് തന്നെ നമ്മൾ തുടങ്ങും. എല്ലാം അതിനിടക്കെല്ലാം പാകം ചെയ്ത് വെക്കും. പറമ്പ് എങ്ങനെയാ വൃത്തിയാക്കി ഇടുക? അതെല്ലാം നമ്മൾ കളിച്ചിട്ട് തന്നെ. എൻ്റെ ഭർത്താവ് കളിച്ച് ചാലെല്ലാം കയറിയിട്ട് തന്നെ ആക്കും. നമ്മൾ പാട്ടെടുക്കുന്ന സ്ഥലമല്ല. അന്നേരം JCB എല്ലാം കൊണ്ടുവന്നവർക്ക് പറമ്പ് വൃത്തിയാക്കും. കാട് വയ്ക്കും. മിഷ്യൻ കൊണ്ടുവരും. എന്നിട്ട് സ്വന്തമായിട്ട് കളിച്ചിടും അല്ലേ? സ്വന്തമായിട്ട് കളിച്ചിടും. പിന്നെ ഒരു മഴ പെയ്തതിന് ശേഷമാവും നടുവിലും. നല്ല മഴ വരുമ്പേ നടുവിലും. അല്ലെങ്കിൽ പിന്നെ മണ്ണിൻ്റെ ഉള്ളിൽ ചൂട് പറ്റൂലേ, കുരു വെള്ളം നനക്കേണ്ടി വരില്ലേ. അതുകൊണ്ട് അങ്ങനെ. അപ്പം ഈ മഴക്ക് മുമ്പേ നിങ്ങൾ മണ്ണൊരുക്കുവോ? ഇല്ല, എല്ലാം പറമ്പ് ക്ലിയർ ആക്കും. മഴ കിട്ടിയതിന് ശേഷം നിങ്ങൾ കളിച്ചിട്ട് പിന്നെ മണ്ണിൽ ആദ്യം കുമ്മായിട്ട് വെക്കും. കുമ്മായിട്ട് വെക്കും. ഈ കൃഷിസ്ഥലം മാറിയാണോ? ഒരു തവണ ചെയ്തതല്ലേ മറ്റൊരു തവണ? നമ്മൾ കയ്പ നട്ട സ്ഥലത്ത് ഇക്കൊല്ലം വേറെ സ്ഥലത്ത് നടും. അങ്ങനെ മാറി നടും. പിന്നെ ഇതേ സ്ഥലം തന്നെയാണ് ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ചേച്ചി ചെയ്യുന്ന സ്ഥലം ഒരേ സ്ഥലമാണ്? 2 ആള് താന്നു. നമ്മളെ സ്വന്തം പോലെയാണ് അവര് നടത്താൻ തരുക. നമ്മൾ സ്ഥലം വൃത്തിയാക്കുന്നത് കൊണ്ട് സ്വന്തമായിട്ട്. അതുപോലെ തന്നെ 2 സ്ഥലത്ത് ഉണ്ട്. ഒന്ന് വായനശാല എടുത്തും ഒന്ന് ഇവിടെ പറഞ്ഞു. എത്ര സ്ഥലമുണ്ട്? അത് 1 ഏക്കറി ഉണ്ടാവും. രണ്ടും അങ്ങനെ ഉണ്ടാവും. ബാക്കി എന്തൊക്കെയാണ് ഇപ്പൊ ഏറ്റവും അനുയോജ്യമായ വിളകൾ ഏതൊക്കെയാണ് മഴക്കാലത്ത് നിങ്ങൾക്ക്? കയ്പക്ക, നിങ്ങൾ പാവക്ക എന്ന് പറയാറ്. കയ്പ, മത്തൻ, ഇളവൻ, പയറ്, പിന്നെ വെണ്ട. കൂടുതലും കയ്പയും വെണ്ടയും മത്തൻ, ഇളവൻ എല്ലാം നല്ല കിട്ടി നമുക്ക് ഇപ്രാവശ്യം. വെയിൽ വരെ മഴയുണ്ടായി, നല്ല ഒന്നും കിട്ടി. നല്ല കൃഷി നിൽക്കലും. പിന്നെ കഴിഞ്ഞാലും തീരെ കുറവാണ്. ഒരു ലോട്ടറി ടിക്കറ്റ് അടിച്ച പോലെ കിട്ടി അത്ര തന്നെ. തീർച്ചയായിട്ടും നമ്മളെ കാലാവസ്ഥയെ ആശ്രയിച്ചാണല്ലോ. അതങ്ങനെയാണ്. പിന്നെ പയറ് നമുക്ക് ഫസ്റ്റ് ഉണ്ടായിന്. കെട്ട് കണക്കായിട്ട് കൊണ്ടുപോയി നമ്മൾ ഈ പിന്നെ കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് കൃഷി ഓഫീസർ പറഞ്ഞു, ഇങ്ങനെ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ അതന്നെ ഇപ്പവും ചെയ്യും നമ്മൾ. ചാണകം പിന്നെ പിണ്ണാക്കെല്ലാം കലക്കി വച്ച് 3-ാമത്തെ ദിവസം കോരി ചെടിയുടെ മെരട്ട് ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് അതുപോലെ ചെയ്യും നമ്മൾ. അപ്പം നല്ല അനുഭവങ്ങളാണത്. അതിപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു കൊടുക്കും. ചാണകം പിണ്ണാക്കും കൂടി പുളിപ്പിച്ചൊഴിച്ചു കൊടുക്കും. ഒരു കപ്പിൽ നിങ്ങൾ അത് ഒഴിക്കുന്നുണ്ടെങ്കിൽ എത്ര ഡൈലൂട്ട് ചെയ്യും? ഒരു കപ്പ് ഫുള്ളായിട്ട് എടുക്കുന്ന 1 കപ്പ് വെള്ളം തന്നെ ഒഴിക്കണം. എത്ര പ്രായമുള്ള ചെടികൾക്ക് മുതൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങും? അത് ഒരു കായും പൂവാകുമ്പോൾ അങ്ങനെയാ കൊടുക്കുക. കായുമ്പോൾ പിന്നെ ഞാനൊരു കുറച്ച് വാട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അന്നേരം ഒഴിച്ചു കൊടുക്കും. വെള്ളരിക്കെല്ലാം ഇഷ്ടമാണത്. നല്ലോണം കിട്ടും വെള്ളരിക്കെല്ലാം. നല്ല വെള്ളരിക്ക കിട്ടി. ഇനി പ്രാവശ്യം അങ്ങനെ കലക്കി ഒഴിച്ചതുകൊണ്ട് അതിനൊന്നെ മെനക്കണം. പറമ്പിലേക്കെല്ലാം വെള്ളം കൊണ്ടുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. മരുന്ന് കലക്കാനെല്ലാം അത്ര ദൂരം പോകണമെന്നറിയാം. വീടിനടുത്തുനിന്ന് കുറേ ദൂരെയാണോ അത്? കുറച്ച് ദൂരെയാണ്. കുറച്ചൊരു കയറ്റം കയറണം. ചെരുവാന്നെല്ലാം കുന്നാണ്. അവിടെ വെള്ളം കൊണ്ടുവെക്കണം. അവിടെ കലക്കി വെക്കും. ഭദ്രമായി പൊത്തി വെക്കും. വലിയ കുറുക്കന് വേണ്ട എന്തെങ്കിലും നശിപ്പിക്കണ്ട വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ തന്നെ കലക്കിട്ട് ഒഴിക്കും. വെള്ളം കൊണ്ടുവരും. പത്മനാഭൻ ചേട്ടനും ഭാഗ്യ ചേച്ചി മാത്രമാണോ കൃഷിയില്? മറ്റാരെങ്കിലും ഉണ്ടാവോ കൂടെ? പന്തലിടാൻ ആളെ കൂട്ടും. പന്തലിടല് കിഴങ്ങ് മേടിച്ചിട്ട് അത് വണ്ടിക്ക് കൊണ്ടുവരും. മുറിച്ചിട്ട് ഇത് കീറിപ്പൊളന്ന് അതിനെ കൊണ്ടുപോയി അങ്ങനെ പന്തലിട്ടിട്ടാണ്. ചിലവരെല്ലാം വലിയിടുക. നമ്മൾ വലിയിടയില്ല. ചൂടാന്ന് വല. കായ് പിടുത്തം കുറയും. അപ്പം നമ്മക്ക് അന്ന് തൊട്ട് ഇന്ന് വരെയും പന്തല്ല ഇങ്ങനെ ഇട്ട്. മുകളിലും കൂടി കെട്ടി കൊടുക്കും. കിഴങ്ങ് വെച്ച് മുറിയത്തിലും നീളത്തിലും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒല്ലലിടും. ഒല്ലലെന്ന് വെച്ചാല് ഈ കാട് കൊത്തിയിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് ആട് മറ്റേ മരത്തിന്റെ എല്ലാം ചില്ലി മുകളിലിട്ട് കൊടുക്കും. ഒരുപാട് പണി കൊണ്ടുവന്നിട്ടിടും ഞാൻ.
അതിലൊരു നമുക്ക് എത്ര പേര് ഇടണമെങ്കിൽ ഒരു 10-26 കെട്ട് വേണം. ദിവസം പോവുക പന്തലിടാൻ ബാല്യക്കാർ തുടങ്ങിയ പാട് ഞാൻ പോവും കൊത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ മരത്തിൻ്റെ കൊമ്പലിടയും കഴിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയുന്നുണ്ട് എടുത്തോ പറയും. അങ്ങനെ നമ്മൾ കൊണ്ടുവച്ചിടും. അങ്ങനെ എത്ര നടും കൈപ്പയ്ക്ക്? എത്ര ഒരുപാടുണ്ട്. 2-3 പന്തലിടും നിരക്കന. ഒരു തടത്തിൽ എത്ര വിത്തിടും? ഏതാ മുളക്കോന്ന് അറിയില്ലല്ലോ. 2 ഇടും 8 ഇടും. പക്ഷെ ചെടി കൂടുതലുണ്ടെങ്കിൽ പൊരിക്കും. തീർച്ചയായിട്ടും ഓരോരു ചെടി മാത്രം വെക്കും, ഇല്ലെങ്കിൽ 2 വെക്കും. എല്ലാ തടത്തിലും 2 വെക്കൂല, ഓരോരു തടത്തിൽ 2 കരുത്തുന്നോ? ചെടിയുടെ കരുത്ത് നോക്കിയിട്ട് വെക്കും. കരുത്ത് നോക്കിയിട്ട് വെക്കും. അങ്ങനെ വെള്ളം ഇടും. ഇത്തവണ കൈപ്പക്ക നല്ല വിളവായിരുന്നു എന്നാ പറഞ്ഞത്. മഴക്കാലത്ത് കീടങ്ങളൊക്കെ ഉപദ്രവം കൂടുതലാണോ? എങ്ങനെയാണ് മഴക്കാല കൃഷിയിൽ? കീട് ഉണ്ട്. പന്തലിട്ട് കഴിഞ്ഞിട്ട് നമ്മളെപ്പം പരിശോധിക്കാൻ വരും. എന്തുണ്ട് കേടുണ്ടോ നോക്കാൻ വരുമല്ലോ. അപ്പോഴത്തേക്ക് ചപ്പിൻ്റെ ഉള്ളിലുണ്ടാവും മഞ്ഞപ്പുഴു. അത് വല്ലാതെ ദ്രോഗമാണ്. ഞാൻ പൊതുവെ അങ്ങനെ മരുന്നടിക്കൽ കുറവാണ്. എന്താ കാരണം പറഞ്ഞാൽ കക്കിരിയെല്ലാം റോഡ് സൈഡിലാണ് നടുന്നെങ്കിൽ ചിലപ്പം കുട്ടികൾ ഒരു കക്കിരിക്ക പറിക്കട്ടെ പറിച്ച് തിന്നുമ്പോൾ അവർക്ക് അതിൻ്റെ ദോഷം പറ്റേണ്ട വെച്ചാൽ ഞാൻ മരുന്നടിക്കലേ കുറവാണ്. പൊതുവേ ഇതിന് കീടങ്ങൾ കൂടുതൽ ഉള്ള ഒരു വിളയല്ലേ കൈപ്പക്ക, അല്ലേ? നമ്മൾ പ്രാണികളെ കുത്തും എന്ന് പറയില്ലേ? കുത്തും. അത് പ്രാണികൾ കുത്തുന്നോണ്ട് കൃഷിഭവൻ ഓഫീസിൽ നിന്ന് അവർ വന്നിട്ട് നോക്കും. 2-3 വട്ടം അവർ വരും. വന്നാൽ പറയും പിന്നെ വരുമ്പോൾ ഫാമിലുണ്ട് ഇത് ട്രാപ്പ്. അത് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് വെക്കും. അതിൻ്റെ അകത്ത് കുടുങ്ങും. അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ ചെയ്തത്. എപ്പോഴും അങ്ങനെ മേണിക്കില്ല. ഇനിയിപ്പം ഞാൻ മേണിച്ചു. കൈപ്പക്ക മാത്രല്ലേ പന്തലുള്ളൂ, അല്ലേ? വേറൊന്നിനുമില്ലല്ലോ. പിന്നെ ഇത് പയറെങ്ങനെ ചെയ്യാ? പന്തലല്ല, ഇങ്ങനെ നട്ടു ഒലലൂത്തി കൊടുക്കും. ഒല്ലൂത്തി കൊടുക്കുക. ഇത് കമ്പുകൾ വലിയ നീളത്തിൽ കുത്തിവിടുന്ന നീളത്തിൽ ഇങ്ങനെ വിരുത്തി കൊടുത്ത പയറിങ്ങനെ നല്ലോണം തൂങ്ങി നിൽക്കും. കണ്ട ആരും പറിച്ചു പോവും. എന്താ കൊടുക്കുക ഈ പറഞ്ഞ ഒല്ലലെന്ന് പറഞ്ഞിട്ട്? എന്ത് മരം, ചില്ലകളുള്ള എന്ത് മരം കൊടുക്കും? പറങ്കിമാവിൻ്റെ ഇടല, അങ്ങനത്തെ എല്ലാ മാവ്. പിന്നെ കപ്പത്തണ്ടൊന്നും വെക്കൂല, അതൊന്നും കയറൂല. ഒരു മരമുണ്ട് ഇനി പിടിച്ചു കയറുന്ന, വെള്ളി പിടിച്ചു കയറുന്ന, അതങ്ങനെ വെക്കും. അപ്പൊ ഇത് കുറേ കൊണ്ടുവരണ്ടേ അല്ലേ? കുറേ കൊണ്ടുവരണം. നല്ല പണിയാണല്ലോ. പണി ഭയങ്കരമാണ്. എന്നാൽ അതിന് ഭയങ്കര താല്പര്യമാണ് ആ സമയത്ത്, ഓണസമയത്ത്. പിന്നെ ഇവരെല്ലാം പച്ചക്കറിക്ക് വിളിക്കുമ്പോൾ ഒരു ആയോ ചോദിക്കുമ്പോൾ സന്തോഷം പറഞ്ഞാൽ മതി. അങ്ങനെ സന്തോഷമാണ്. ഒരിക്കൽ ഉണ്ടായാൽ മതിയെന്ന് തോന്നിയപ്പോൾ ഞാൻ പറയലാന്ന്, ഉണ്ടായിട്ട് കൂട്ടി തരും മിണ്ടാണ്ടൊക്കെ പറയും. അങ്ങനെ പറയലാം തമാശക്ക്. ഇല്ല, ഇപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള വിള ഏതാ ചെയ്യാൻ? വെണ്ട ചെയ്യുന്നു, കക്കിരി ചെയ്യുന്നു, പിന്നെ മത്തൻ ചെയ്യുന്നു, അല്ലേ? മറ്റേ കയ്പ ചെയ്യുന്നു, ഇളവൻ ചെയ്യുന്നു. ഇതിൽ ഏറ്റവും ഇഷ്ടം ഏതാ? ബറവി ചേച്ചിക്ക് ഏതാ ഏറ്റവും ഇഷ്ടം? കയ്പയാണ്. അങ്ങനെ അത് തൂങ്ങി നിൽക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പന്തലെല്ലാം ഇട്ടിട്ട് അത് തൂങ്ങി നിൽക്കുമ്പോൾ ഒരു റോഡുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ലൊരു കാഴ്ച. റോഡ് സൈഡിലാണ് കാഴ്ചയാണ്. അത് നല്ല ഇഷ്ടമാണ്. പിന്നെ രണ്ടാമത്തെ പയറ് നടാനും ഇഷ്ടമാണ്, പറിക്കാനും ഇഷ്ടമാണ്. വിളവെടുപ്പ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതല്ലേ, അല്ലേ? ഇപ്പൊ പയറ് നമ്മൾ അറിയാത്ത ഒരാൾ പോയിട്ട് അങ്ങനെ ഇങ്ങ് പൊട്ടിച്ചെടുക്കും, അല്ലേ? എങ്ങനെയാണ് അതിന്റെ രീതി? അതിന്റെ രീതി എന്ന് പറഞ്ഞാൽ അതിന്റെ വിരട്ടുന്ന നുള്ളി എടുക്കണം. ഇനിയും ഉണ്ടാവണ്ടേ നമുക്ക്. അപ്പോൾ അത് നോക്കിയിട്ട് എൻ്റെ മൊത്തം എടുത്തിട്ട് പറിച്ചിട്ടെടുക്കണം. അങ്ങനെ ചെയ്യാം. പറിക്കലെല്ലാം എന്നെ പറിക്കാൻ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇവരെന്നെ ഭർത്താവെന്നെ പറിക്കും. ഓർക്ക് ഭയങ്കര ഇഷ്ടമാണ് പറിക്കാൻ. ഒരെന്നെ പറിച്ചിട്ട് പിന്നെ കെട്ടാക്കി വെക്കാൻ ഞാൻ കൂടും. പയർ പറിക്കാൻ കൂടും. ഇപ്പം എന്നാലും കൃഷിയിടത്തിൽ വെച്ച് തന്നെ ചെയ്യുക. കെട്ടലും ഒക്കെ എവിടെയും പച്ചക്കറി എവിടെയും എടുത്തിട്ട് പോകണ്ട. വണ്ടി റോഡും എല്ലാം ഇതന്നെയല്ലേ റോഡ് സൈഡിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കടത്തണ്ട. അത് ആടെ കെട്ടി വെച്ചിട്ട് തലേന്ന് പറിച്ചു നോക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. ഈ എന്തെങ്കിലും കടിച്ചത് തലേന്നാണോ നിങ്ങൾ പറിക്കൂല. കയ്പ പറിച്ച് പാടുണ്ടെങ്കിൽ കയ്പൊക്കെ തലേന്ന് പറിച്ചു വെക്കാം. വൈകുന്നേരം പറിക്കും, ഇല്ലെങ്കിൽ രാവിലെ പറിക്കും. പയറും കയ്പയും രാവിലെ പറിക്കും. ചില സമയം കയ്പ പറിച്ചു വെക്കും ഒരുപാടുണ്ടെങ്കിൽ. മറ്റു മത്തന് വിളവനാൽ തലേന്ന് പറിച്ചു വെക്കും. വെണ്ടയും രാവിലെ പറിക്കും. വെണ്ട പറിക്കാൻ ഒരുപാട് പണിയാണ്. ചൊറിയും വല്ലാതെ വിഷമാണ്. എന്നാലും അതില്ലാഞ്ഞാൽ ശരിയാവൂല. നമുക്ക് എല്ലാം ഉണ്ടെങ്കിലല്ലേ ഒരു കാര്യമുണ്ട്. ഒന്നില് നമുക്ക് ലാഭമില്ലെങ്കിൽ ഒന്നില് ഇത് കിട്ടണ്ട. അങ്ങനെ വെണ്ടയൊക്കെ നല്ലോണം ഉണ്ടാവുമോ? നല്ലോണം ഉണ്ടാവും. നല്ല ഹൈറ്റ് വെക്കുന്ന വെണ്ട, നല്ല ഹൈറ്റ് വെക്കുന്ന നാടൻ വെണ്ടയാണ്. നല്ല വെണ്ടയാണ്. നമ്മളതിൻ്റെ വിത്ത് കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നാടനാണോ ചെയ്യാ? നല്ല നാടനാണ് ചെയ്യുക. തീർച്ചയായിട്ടും അതിന്റെ വിത്ത് എടുത്ത് വെക്കുന്നുണ്ട് എല്ലാറ്റിന്റെയും, അല്ലേ? എങ്ങനെയാ ഓരോ പച്ചക്കറിന്റെ വിത്ത് എടുത്ത് വെക്കുന്ന രീതി? ആദ്യത്തെ എടുക്കൂല. ആദ്യം കുറച്ചല്ലേ കിട്ടുള്ളൂ. രണ്ടാമത് നല്ലോണം കിട്ടും. രണ്ടാമത്തെ പരിക്ക് അപ്പം അതിൽ തിരിഞ്ഞു വെക്കും. പന്തലും മെല്ലനെ തിരിഞ്ഞു വെക്കും. അതിലേറ്റവും കാണാൻ ഭംഗിയുള്ളത്, അല്ലേ? വലിപ്പമുള്ളത് വളയാതെ
നീളുള്ളത് അവിടെ വെക്കും. അത് വെണ്ടയായാലും അതെ, കയ്പയായാലും അതെ, മത്തനായാലും അതെ, ഇളവനായാലും എല്ലാം നീളത്തിലുള്ള നല്ല വണ്ണുള്ളത് എടുത്ത് വെക്കും രണ്ടാമത്തെ പ്രാവശ്യം. അത് ഏറ്റവും പഴുത്ത് കഴിഞ്ഞാലാണോ പഴുത്തള്ള പറിക്കുക. കയ്പ നല്ല പഴുപ്പ് കാണുമ്പം അധികം പഴുക്കറ് അന്നേരം പക്ഷികൾ വെച്ചേക്കൂല. ഒരു വെള്ളം പഴുപ്പാകുമ്പോൾ പറിച്ച് വീട്ടിൽ കൊണ്ടുവെക്കുമ്പോൾ പിറ്റന്നാൾ തന്നെ നല്ല പഴുപ്പ് വരും. അത് കഴുകി നല്ല വൃത്തി കഴുകി കുറേ വെള്ളത്തിൽ കഴുകി അതിൻ്റെ പൂപ്പലെല്ലാം കളഞ്ഞ് വെയിലത്ത് വെക്കും. ഒരു 5-8 വെയിൽ കൊള്ളണം. നല്ല വെയിലും ഫുൾ വെയിലും കൊള്ളും. ഫുള്ള് വെയിൽ കൊള്ളണം. ഒരു 4-5 വെയിലും ഉണ്ടാകും മതി. ഫുൾ വെയിൽ കൊള്ളുന്നെങ്കിൽ നമുക്ക് ഇടവിട്ട് മഴയോ അതും ഇതെല്ലാം കൊള്ളുമ്പോൾ അത് നല്ല വിത്തും അങ്ങനെ തന്നെയാണ് നമ്മളെടുത്ത് വെക്കുക. എല്ലാം കയ്പ, വെണ്ട പിന്നെ അതിൻ്റെ കൂടെ വെക്കുക. ഉണക്കി മുതുമൻ തന്നെ ഉണക്കിയിട്ട് അങ്ങനെ തന്നെ കെട്ടി വെക്കും. മറ്റെല്ലാം നമ്മൾ എടുക്കണം, തോല് പൊളിച്ച് എടുക്കണം. ഇളവൻ, മത്തൻ, കയ്പ, പയറിൻ്റെ വിത്ത് നിൽക്കുന്നില്ല, അത് നമ്മൾ പുറമേ നിന്ന് മേടിക്കലാന്ന്. അത് നമ്മൾ 2 പ്രാവശ്യം വിത്തെടുത്ത് വെച്ച് നന്നാവുന്നില്ല. വിത്തെടുത്ത് വെച്ചിന് പക്ഷെ ഇത് പയറുണ്ടാവുന്നില്ല. അപ്പോൾ നമ്മളിപ്പം വളം മേടിക്കുന്നേ വാങ്ങിക്കും. നല്ല പയറാണ്. നമ്മൾ അവിടെ പോകുമ്പോൾ തന്നെ അവർ തരും. നല്ല ഈ പറഞ്ഞ വിത്ത് എടുത്തിട്ട് ഏതിലാണ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത്? ഇതില്ലേ ഡപ്പ, പ്ലാസ്റ്റിക്കിൻ്റെ അത് വടിച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കും. ഉണക്കിയിട്ട് ഈ ഉണക്കിയ ചൂടോടും കൂടി തന്നെ ഈ കുപ്പിയിലകത്ത് എടുത്ത് വെക്കും. ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ്. ഫ്രിഡ്ജിൽ വെക്കലില്ല നമ്മൾ. ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ്. ഈ വർഷം നിങ്ങൾ എടുത്തു വെച്ച എല്ലാ വിത്തും മുളച്ച് കിട്ടാറുണ്ടോ? നമ്മളെ വിത്തെല്ലാം മുളക്കലുണ്ട്. ഉണക്കം കൂടിയാലും മുളക്കൂല, അങ്ങനെയുണ്ട്. അതിന്റെ കാലാവധി എത്രയാണ് ശരിക്കും? ഇപ്പം എടുത്തത് വരുന്നതിനും ഈ നടുന്നതിന് മാത്രം. അതെ, ഈ മഴക്കാലത്ത് എടുത്ത വിത്ത് അടുത്ത മഴക്കാലത്തേക്ക് അല്ലേ? മാത്രം. അതിൻ്റെ അപ്പുറത്ത് അന്ന് എടുക്കൂല, പിന്നെ മുളച്ച് കിട്ടില്ല അല്ലേ? മുളച്ച് കിട്ടില്ല. പിന്നെ അടുത്ത തവണ ആദ്യം എടുക്കും. അങ്ങനെ കൊല്ലം കൂടുന്നതിന് അങ്ങനെ വെക്കും. വെള്ളരി ചെയ്യാറില്ലേ നിങ്ങൾ? വെള്ളരി ചെയ്യലുണ്ട്. അതൊക്കെ മഴക്കാലത്താണോ ചെയ്യാം? മഴക്കാലത്ത് നല്ല മഴക്കാലത്ത് വെള്ളരിയൊക്കെ ശരിയാവാറുണ്ടോ? നല്ല നന്നാവും. ഇക്കൊല്ലം നല്ല വെള്ളരി കിട്ടീനി. നല്ല വെള്ളരി. നിങ്ങൾ ഈ മഴക്കാലത്ത് ചെയ്യുന്ന സമയത്ത് എന്താണ് പ്രത്യേക പരിചരണം എന്തെങ്കിലും കൊടുക്കുക? അല്ല ജസ്റ്റ് നിങ്ങൾ നട്ടു, വളം കൊടുത്തു, കഴിഞ്ഞോ നിങ്ങളുടെ പരിചരണ രീതി? വേനൽക്കാലത്ത് ചെയ്യുന്നതിനേക്കാളും എളുപ്പം മഴക്കാലത്ത് ചെയ്യുന്നതാ ചെയ്യാൻ എളുപ്പം. മഴക്ക് വെള്ളം ഒഴിക്കണ്ടല്ലോ. ഇപ്പം നമ്മൾ വീട്ടിലെ ചുറ്റും പച്ചക്കറി നട്ടിട്ടുണ്ട്. ഇങ്ങനെ കവറിലാക്കിയിട്ടും ഇനി പയറും ഇതെല്ലാം നടണത്രേ. ബാക്കിയെല്ലാം നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ പുറകെ തന്നെ നടന്നു വെള്ളം. ഒരുപാട് വെള്ളം വേണം, നനക്കണം. ഇപ്പം കപ്പിനെ കൊണ്ട് കോരി ഇങ്ങനെ നമ്മൾ ചെറിയ കുഞ്ഞൊക്കെ കൊടുക്കുന്ന പോലെ അങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വെക്കുമെന്ന് ഒരു വക ഇതായിട്ടാൽ മനുവാളെല്ലാം നല്ല പൈപ്പ് അടിച്ച് വെള്ളം ഒഴിക്കും. പൈപ്പ് ഇട്ടിട്ടെടുക്കും, വെള്ളം ഒഴിക്കും. അങ്ങനെയാണ് ചെയ്യൽ. ഇപ്പം പറയാന്ന് വിചാരിച്ചാൽ നമുക്ക് വേനൽക്കാലത്തെ പച്ചക്കറിയാന്ന് നല്ല കിട്ടും. വെള്ളം ഒഴിച്ചിട്ടുണ്ടാവുന്നേ നടുവെങ്കിൽ നമുക്ക് അതാ നല്ലത്. പക്ഷെ വെള്ളം കൂടുതൽ ഒഴിക്കണ്ടേ, പിന്നെ അതിനുള്ള സൗകര്യവും ഇല്ല നമുക്ക്. അതാണ് ചെയ്യാനുള്ള സ്ഥലം കിട്ടാനില്ല അല്ലേ? വെള്ളരി നടണം കണ്ടത്തില് വേനൽക്കാലത്ത് ഇവര് പറയുന്നുണ്ട് ഭർത്താവ്. പിന്നെ ഈ മറ്റുള്ള വിളകൾക്ക് പന്തൽ കൊടുക്കാറില്ല അല്ലേ? കക്കിരിയും അതൊന്നും ചെയ്യുമ്പോ ഇല്ല. അതിന് നമ്മൾ എന്നാ പണിയെടുക്കുക? 3 പണിയാന്ന് എടുക്കണ്ട. അതിന് വെള്ളമിടുണ്ട്. 3 പ്രാവശ്യം വെള്ളമിടുണ്ട് കക്കിരിക്ക്. ആദ്യം നടുമ്പം ചെറുങ്ങനെ ഇടുകയുള്ളൂ. പിന്നെ ഒരു ഓമനപ്പണിയായിട്ട് എടുക്കും. പിന്നെ ഒരു ഓമനപ്പണിയായിട്ട് എടുക്കും. അങ്ങനെ പറയാം. ചെറുങ്ങനെ വേണ്ടിട്ട് ഇതാവും. രണ്ടാമത് 1-ാം പണി, 2-ാം പണി, 3-ാം പണി അങ്ങനെ എടുക്കും. അപ്പം 3-ാം പണി കഴിഞ്ഞതിന് ശേഷം നമ്മളെന്താ പണിയെടുക്കുമെന്ന് പറഞ്ഞാൽ ഈ കപ്പത്തണ്ടില്ലേ, കപ്പത്തണ്ട്, ഈ പറങ്കാവിൻ്റെ ചെറിയ കൊള്ളി ഇതെല്ലാം എടുത്തിട്ട് മുറിയത്തിൽ വെച്ച് കൊടുക്കും. അപ്പോൾ അടിക്ക് പോവില്ല ഈ തല. ഇതിൻ്റെ മേലെ കൂടെ പോകും ചാലയിൽ. അപ്പം നമ്മൾ ചാലിൻ്റെ പുറമേ നിന്നിട്ട് നമുക്ക് പറിക്കാതെ. അത് മാത്രമല്ല ഈ മയിലിൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ അതങ്ങനെ ശല്യൻ്റെ തല കൊത്തിയിട്ട് ഒന്നും വെച്ചക്കൂല. അപ്പം ഈ ഇതിട്ടാലേ അങ്ങനെ കയറൂല. അങ്ങനെ കയറൂല. പന്നീരുടെ ശല്യമുണ്ട്. കപ്പയും ഒന്നും വെച്ചക്കുന്നില്ല. നമ്മളെ വാതിക്കൽ ചേനയിൽ നട്ടിട്ടുണ്ട്, ഒന്നും വെച്ചക്കുന്നില്ല. അത്ര രോഗാന്ന്. മയിലിനെ പ്രതിരോധിക്കാൻ എന്താ ചെയ്യാ? ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. ഇല്ലെങ്കിൽ മലകെട്ട്, തുണികെട്ട് ഇതൊക്കെ തന്നെ അല്ലേ? ആടാടി ചാക്ക് മൂടി വെക്കും. പിന്നെ ഇത് കേസറ്റിന്റെ ചോര എന്നിട്ട് ഇങ്ങനെ കിട്ടും. അങ്ങനെല്ലാം ചെയ്യും. നമുക്കൊരു നിരാശയാണ് ഈ തല കുത്തിത്തുന്ന പല്ലത്തിൻ്റെ വില. ഇത്രയും പണിയെടുത്തിട്ട് നമ്മൾ പറിക്കാൻ പോകുമ്പോഴത്തേക്ക് തലയൂല അല്ലാകുമ്പോൾ അതൊരു വിഷമമുണ്ട്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മയിലിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മയിലാകുമ്പം കായ് തിന്നുവോ?
പിന്നെ കൈ തിന്നു തുറന്നു വെക്കും. നമ്മൾ ഇപ്രാവശ്യം എങ്ങനെയാ ഇളവും കുമ്പളങ്ങ പറിച്ചെന്ന് പറയാൻ പറ്റൂല. ചാക്കാടടി മൂടി വെച്ചിട്ട് പറമ്പിൽ അങ്ങനെ അതൊരു ദ്രോഹം ഭയങ്കരമാണ്. മുള്ളം പന്നിയുടെ ശല്യം. അവരും ഈ ഇളവും കുമ്പളങ്ങൊന്നും വെച്ചക്കൂല. മത്തൻ അവർക്ക് പിന്നെ ഇതല്ലേ വേണ്ടത്, പച്ചക്കറികളല്ലേ വേണ്ടത്. അവരും ഇറച്ചി മാംസം തിന്നൂല്ലല്ലോ. അവർക്കും ഞാൻ പിന്നെ പപ്പാട്ടൻ പറയും എന്തൊരു ദ്രോഹമായി ഇത് എന്ന് പറയുമ്പോൾ ഞാൻ പറയാം അവർക്കും വേണ്ട ഭക്ഷണം. പക്ഷെ മനസ്സിന് ഇങ്ങനെ ഇതാവും. പിന്നെ നിങ്ങൾ തുടക്കത്തിൽ കൊടുക്കുന്ന വളം എന്താ? തുടക്കത്തിൽ കൊടുക്കുന്ന വളം നമ്മൾ മണ്ണൊരുക്കിയ പാട് ചെയ്യില്ലേ നടുന്നതിന് മുമ്പ്? ഇത് പിന്നെ ആലവളം മണ്ണും കൂടെ കുയിരാത്ത അടാടി ഇട്ടിട്ടതിന് ശേഷം ഇതും കൂടെ കൂട്ടിപ്പിരക്കും. അങ്ങനെ ചെയ്യാം. ഒരു കുഴിയിലാണ് വളം കൊടുക്കുക. വെള്ളം കൊടുത്തിട്ട് അങ്ങനെ നടും. വളമൊക്കെ എവിടെ നിന്നാ കൊണ്ടുവരാ? വെള്ളം വണ്ടിക്കൊണ്ടിരും. വാങ്ങിക്കുകയാ? വണ്ടിക്കും ഒരു സ്ഥിരമായി എടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് എത്രയാ ഒരു ചാക്ക് അലവളം? ചാക്ക് ആലവെള്ളത്തിന് ഇപ്പം 400 രൂപയുണ്ട്. പിന്നെ രാസവളം. എന്തൊക്കെയാ കൃഷിഭവന്റെ സഹായങ്ങൾ എന്തൊക്കെയാ? വളം കൃഷിഭവൻ തരുമോ? ഇല്ല അവര് പിന്നെ സഹായം എന്ന് പറഞ്ഞാൽ പൈസ ഇങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാലിട്ടാകുമ്പോ ഒരു പൈസ അവര് പാസ്സാക്കി തരും. വിളവെടുപ്പ് നിങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? അത് നിങ്ങൾ ഈ പറിച്ചു കൊണ്ടുവച്ച് റോഡ് സൈഡിന് കൊണ്ടുവച്ചിട്ട് നിങ്ങൾ എങ്ങനെ ഇപ്പൊ കൊണ്ടുപോകുന്നത്? വണ്ടി വരും. വണ്ടിക്ക് കൊണ്ടു എടുത്തിട്ട് പോവാൻ കഴിയില്ല. ഇപ്പം വണ്ടിക്ക് കൊണ്ടു അത് സ്ഥിരമായി വരും. ഇവിടെ ലോക്കൽ കടകളിൽ ഇവിടെയൊക്കെ കൊടുക്കുക. തളിപ്പറമ്പിൽ പിന്നെ ഓണസമയത്ത് കൃഷിഭവനിലവരും മുനിസിപ്പാലിറ്റിക്കാരും ഇവിടെ കച്ചവടമുണ്ട് ടൗൺ സ്ക്വയറിൽ. അവിടെ വിളിക്കുവർ ഓണം വരെ തലേന്ന് വരെ കൊണ്ടുപോകണം. പിന്നെ മാർക്കറ്റിൽ കൊടുക്കും, സൊസൈറ്റിക്ക് കൊടുക്കും. ഈ ഓണവിപണി തന്നെയല്ലേ നിങ്ങൾ മഴക്കാലത്ത് പ്രധാന വരുമാനം തന്നെയല്ലേ അല്ലേ? അതെ. പിന്നെ തുടക്കത്തിൽ ഏതാ ആദ്യം വിളവെടുക്കുക നിങ്ങൾ പച്ചക്കറി ചെയ്താൽ? ഫസ്റ്റ് കിട്ടുന്നത് കക്കിരി, അതിനുശേഷം പയർ, വെണ്ട. എത്രത്തോളം വില കിട്ടും തുടക്കുമ്പോൾ നല്ല വില കിട്ടും. പിന്നെ കുറേ എല്ലാവരും കൊണ്ടുവരാൻ തുടങ്ങും, കുറച്ച് വില കുറയും. നല്ല തരം പച്ചക്കറിയാണ് നല്ല വില കിട്ടും. ഈ മാർക്കറ്റിൽ നിങ്ങളുടെ പൊതുവെ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറി നിങ്ങളതും തമ്മിൽ മത്സരം ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്കിന് കുറച്ച് കൂടുതൽ കിട്ടുമോ വില? ഇല്ല, അങ്ങനെയൊന്നുമില്ല, കിട്ടും അത്ര തന്നെ. നമ്മളിപ്പോൾ അറിയുന്ന ആളെല്ലാം ആവുമ്പം നമ്മൾ സ്ഥിരമായി പച്ചക്കറി കൊടുക്കുന്നിടത്ത് അവർ വില കൂട്ടിത്തരും. പിന്നെ സൊസൈറ്റി കൊടുത്താൽ അവർ സ്ഥിരമായി കൊടുക്കുന്നതുകൊണ്ട് നല്ല വില വരും. ഈ മഴക്കാലത്താണ് ചെയ്യുന്നത് പച്ചക്കറി അല്ലേ? ഇനിയിപ്പം ഈ സമയത്ത് കുറച്ച് പയറ് കക്കിരി എല്ലാം കുറച്ച് വെള്ളം നനക്കാൻ സൗകര്യമുള്ള സ്ഥലത്ത് മാത്രം വെള്ളം ഒഴിക്കാം. പിന്നെ വാഴക്കൃഷി. വാഴ എങ്ങനെയാ കുറെ ചെയ്യുവോ? കുറച്ചൊരു ഇപ്രാവശ്യം ഒരു 10-50 നേന്ത്രവാഴ മറ്റേ മൈസൂര് എല്ലാം ഉണ്ട്. മഴക്കാലത്തെ ആശ്രയിച്ച് ചെയ്യുന്നതാണ്. മഴക്കാലിന്റെ ആശ്രയം ഓണത്തിന്റെ സമയം നമ്മൾ കൊത്തിയത്. ഈ പച്ചക്കറി മഴ കൊണ്ട് വളരും അല്ലേ? പിന്നെ അതങ്ങനെ ചെയ്തിന് നമ്മള് കുറേ വെള്ളം ഒഴിച്ചു. തുടക്കത്തിൽ വെള്ളം കൊടുക്കണ്ടേ? നല്ലോണം വെള്ളം കൊടുത്തിന്. ഒരുപാട് പണിയാന്ന് മുട്ട കയറ്റിട്ട് ഒഴിക്കണം. അത് പറമ്പത്താണോ ചെയ്യുന്നത്? അല്ല, നമ്മള് വീട്ടിന്റെ സൈഡിൽ തന്നെ, പക്ഷെ കുറച്ചങ്ങോട്ട് നടക്കണം വെള്ളം എടുത്തിട്ട്. ഓണത്തിന് വിളവെടുപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോ അടുത്ത മഴക്കാലം അടുപ്പിച്ച് നടും. പിന്നെ വാഴ കൊല കൊത്തുന്നുണ്ട്, മറ്റേ എന്തെല്ലാം ഉണ്ട് കൊത്ത, ഇപ്പു അടുക്കുവൻ, മൈസൂർ എല്ലാം അങ്ങനത്തെ എല്ലാം. നെൽകൃഷി ചെയ്യാറുണ്ടായിരുന്നോ? കൃഷി ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെൽകൃഷി. ഇപ്പൊ ഈ പിന്നെ റോഡ് വന്നതിന് ശേഷം നമുക്ക് എല്ലാം പറ്റാണ്ടായി, മിഷൻ വരാണ്ടായി. ഇല്ല സ്ഥലത്ത് നടാന്ന് വിചാരിച്ചാല് മിഷൻ വരാണ്ടായി. അതാണ് നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മള് കുടുംബശ്രീക്കാർ 4-5 ആള് ഒരുമിച്ചെടുത്തിന് ചെയ്തിന്. പിന്നെ എൻ്റെ ഭർത്താവും ഞാനും മാത്രമായിട്ട് ചെയ്തിന്. നല്ല നെല്ല് കിട്ടുകയും ചെയ്തിന്. നല്ല ആരാ ചെയ്യാ പണിയൊക്കെ ചെയ്യാ? നമ്മൾ തന്നെ. നിങ്ങൾ മാത്രം? നമ്മുടെ അത്യാവശ്യം പണിക്കാർ കിട്ടും. ഷെയറായിട്ടാണെങ്കിൽ എല്ലാരും കൂടും. ഇല്ലെങ്കിൽ നമ്മൾ ഒരാളെ കൂട്ടും, അങ്ങനെ ചെയ്യും. എല്ലാ പണിയും അറിയാം ഇപ്പൊ നെല്ലില്? എല്ലാം അറിയും. കളപറിക്കാനും എല്ലാം അറിയും. അതിന് വളമിടാനും എല്ലാം. നെല്ലില് ചെയ്യാൻ ഇഷ്ടമുള്ള ജോലി എന്താ? നാട്ടി വെക്കല്. ഇങ്ങനെ കുത്തി വെക്കല ഭയങ്കര ഇഷ്ടമാണ്. പഠിച്ചെന്ന് പറഞ്ഞാല് എൻ്റെ അമ്മ നാട്ടിപ്പണിക്ക് വന്നതാണ് അന്നേരം ചെറുതില്. അപ്പം ഞാൻ ചെറുതാന്ന് അന്നേരം. ഇവര് നമ്മള് വീട്ടിൻ്റെ അടുത്ത് കണ്ടും കൃഷിയുള്ളവരാണ്. നെരിക്കമ്പള്ളിയ വീട്, കടന്നപ്പള്ളി എന്നെ. അപ്പോൾ ആടെ നല്ല ഇതുണ്ട്. അന്നേരം ഞാൻ വെറുതെ പോവാട ചെറിയ കുഞ്ഞില് എൻ്റെ അവരപ്പൻ അങ്ങനെ ഭയങ്കര കൂടും. അങ്ങനെ കൂടി ഇത് പഠിച്ചു. പിന്നെ അമ്മ മൂരാൻ പോകുന്ന സമയത്ത് കറ്റെടുക്കാൻ പോവും.
അന്നേരം പതക്കറ്റ കൊടുക്കുന്ന സമയല്ലേ, ചിലവര് നെല്ല് തെച്ചിട്ട് എടുത്തിട്ടാകുമ്പോ നെല്ലളന്ന് കൊടുക്കലാന്ന്. അപ്പൊ മുമ്പെല്ലാം പറഞ്ഞാൽ അങ്ങനെയല്ല, കറ്റ കൊടുക്കലാന്ന്. ഇത്ര കറ്റ എന്റെ അമ്മക്ക് നല്ലോണം കറ്റ കിട്ടിക്കോട്ട് വെച്ചാൽ ഞാനും പോവും. ശരി, ഏറ്റവും കൂടുതൽ വിളവെടുത്താക്ക് കൂടുതൽ കറ്റ കിട്ടും. കിട്ടും. അന്നേരം അമ്മേരപ്പനും മൂരാനും കൂടും. കറ്റ എടുക്കാൻ പോയിട്ടാകുമ്പോൾ മൂരാനും കൂടും, എരിഞ്ഞെരിഞ്ഞ് വെക്കും. അമ്മക്ക് 2 കറ്റ അധികം കിട്ടുമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ കുഞ്ഞില്ലേ, എന്നാൽ അറിയില്ലല്ലോ. അപ്പം അങ്ങനെ പോയി ശീലിച്ചിട്ട് പിന്നെ ഇത് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ നമ്മൾ വേറെ സ്വന്തമായിട്ട് വീടെടുത്തേന്ന്. ഇപ്പം വീടെടുത്തതിന് ശേഷമാണ് ഈ കണ്ടും കൃഷിക്കെല്ലാം പോയത്. പച്ചക്കറി പിന്നെ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് തന്നെയുണ്ട്. ഇപ്പം എത്ര വർഷമായിട്ട് ഇപ്പം നെല്ലില്ല? ഒരു 3-5 വർഷമായി. 4-5 വർഷമായിട്ട് നെല്ല് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. മാത്രമാണ് ഇഷ്ടമാണ് ചെയ്യാൻ. ഇപ്പൊ ശരിക്കും പറഞ്ഞാലോ, ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മളെപ്പോഴും പറയുമല്ലേ, ഭക്ഷണത്തിന് സ്വയം പര്യാപ്തത എന്ന് പറയും. നമുക്ക് കഴിക്കാനുള്ള നമ്മൾ ഉണ്ടാക്കണം അല്ലെ, ആ ഒരു ലെവലിൽ നമ്മൾ ചെയ്യണം എന്ന് പറയും. അപ്പൊ അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ ചേച്ചിയുടെ വീട്ടില് ഭക്ഷ്യ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പുറത്തെ ആശ്രയിക്കാണ്ട് നമുക്ക് തന്നെ ഉണ്ട്? നമുക്ക് പിന്നെ കായ് പഴുത്തതായാലും ഭക്ഷ്യായാലും എല്ലാം ഉണ്ട്. കറി വെക്കേണ്ടത് ചേനയുണ്ട്, ചേമ്പുണ്ട്, കപ്പയുണ്ട്, ചക്കരക്കിഴങ്ങുണ്ട്, എല്ലാം ഉണ്ട്. പച്ചക്കറിയുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ പ്രത്യേകിച്ച് വാങ്ങേണ്ടതൊന്നുമില്ല. തക്കാളി, ഉള്ളി അങ്ങനെയെല്ലാം വാങ്ങേണ്ടത്. ഇപ്പം തക്കാളി നട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ സന്തോഷമായിട്ടല്ലേ, ഭാര്യയും ഭർത്താവും ചേർന്നിട്ട് വളരെ സന്തോഷമായിട്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാനന്ന് ഫസ്റ്റിൽ നടണ്ടേ നമുക്ക് വേഗം അങ്ങനെ ഞാനാ വേഗം തുടങ്ങുക. ഇപ്പം കാലിൻ്റെ മുട്ടുവേദനയാണ്. ഇതിങ്ങനെ കെട്ടലെടുത്തിട്ടാകുമ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് പറഞ്ഞു ചുമരെടുക്കൽ കുറച്ച് കുറക്കണമെന്ന്. പക്ഷെ എനിക്കത് ആവൂല, നല്ല നിൽക്കാൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അല്ലേ? പത്മനാഭൻ ചേട്ടൻ അനങ്ങാതിരുന്നാലും ഭാർഗവി ചേച്ചി വിടില്ല. അനങ്ങാണ്ടിരിക്കൂല. അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയിക്കോട്ടെ ഞാൻ മുന്നും വിചാരിക്കുക. പണിയെടുക്കാണ്ട് നമ്മൾ നിന്ന രോഗം എടുത്തോണ്ടിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് ഇരുന്നാ പിന്നെ ഇരുന്നു പറയല്ലോ. അപ്പൊ അങ്ങനെ ആവണമെന്ന് ഞാനും പ്രാർത്ഥിക്കും. എനക്കും ഇഷ്ടമാണ് എടുക്കാനും. എല്ലാരും ഇപ്പം ഈ തുടങ്ങുന്നതിന് മുമ്പിലേ ചോദിക്കും പച്ചക്കറി ഇടുന്നില്ലേ. അപ്പൊ ആ ഒരു സന്തോഷം കാത്തിരിക്കുന്നുണ്ട് പച്ചക്കറിക്കായിട്ട്. പിന്നെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും കൊടുക്കും, ഇല്ലാത്തവർക്ക് പച്ചക്കറി. അതാരും അറിയില്ല കൊടുക്കുന്ന കൊടുക്കുക. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാൻ. അങ്ങനെയുള്ള സ്വഭാവമാണ്. അപ്പൊ ഓക്കെ, രണ്ടുപേരും സന്തോഷമായിട്ട് മുന്നോട്ട് പോട്ടെ. അതെ. കഠിനാധ്വാനവും ക്ഷമയും കൊണ്ട് മണ്ണിൽ പൊന്നു വിളയിക്കുന്നു ശ്രീമതി ഭാർഗവിയും ഭർത്താവ് ശ്രീ പത്മനാഭനും. ഇതുവരെ കൃഷിവിശേഷങ്ങൾ പങ്കുവച്ചത് കീഴാറ്റൂർ വെള്ളച്ചിച്ചാലിലെ ശ്രീമതി TP ഭാർഗവി. കിസാൻ വാണി, കിസാൻ വാണി, കിസാൻ വാണി. നിർവഹണം വിനോദ് ബാബു H. കൂടെ നീത ഷാജി. കർഷക സോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800-18551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ. കിസാൻ വാണി. കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.